എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഹിന്ദൂസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? ഇന്ന് ഉത്രാടപ്പാച്ചിൽ. അപ്പോൾ എല്ലാവരും തിരക്കിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓണസദ്യയിലുള്ള വിഭവങ്ങളാണ് ഞാൻ അടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിച്ചു, എന്തേ കാളനും കൂട്ടുകറിയൊന്നും ഉണ്ടാക്കാത്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടലേൻ്റെ ഒന്നിച്ച് വെന്ത് വന്ന കടലയിൽ കായും ചേനയും ക്യൂബായിട്ട് ഏകദേശം കടലേൻ്റെ വലിപ്പത്തിൽ തന്നെ, കൂടുതൽ വലിപ്പത്തിലാക്കരുത്. അതൊക്കെ വേവിക്കാൻ എടുത്ത് വെച്ചു. ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുകയാണ്. കടലയും കായും ചേനയും കൂടെ വേവിക്കുകയാണ്. പിന്നെ അതിനുള്ള അരപ്പിന് തയ്യാറാക്കുന്നത് ജീരകം, കുരുമുളക്, കുരുമുളക് തന്നെ, ജീരകം, കുരുമുളക്, തേങ്ങ, ഇതൊക്കെ കൂടെ ഒന്ന് അരക്കണം. അരക്കുന്നതെന്ന് വെച്ചാൽ നല്ല മഷി പോലെ അരയൊന്നും ചെയ്യരുത്. അപ്പോഴേക്ക് ഈ വെന്ത് വന്ന സാധനങ്ങൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കണം. വല്ലാതെ അങ്ങ് ഉടക്കണ്ട, പക്ഷേ എന്നാലും ചെറുതായി അതൊന്ന് ഉടച്ചു കൊടുക്കണം. പിന്നെ അപ്പോഴേക്ക് ഈ കുരുമുളക്, ജീരകം, തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വരണം. പിന്നെ ഇതിപ്പോൾ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ നല്ല കുറുകിയ സാധനമാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ അതൊന്ന് നല്ല തിളച്ച് വരുമ്പോഴേക്ക് അത് പാകത്തിനായിട്ടുണ്ടാവും. പിന്നെ തീർത്തും വെള്ളം വറ്റിച്ചെടുക്കരുത് ഈ സമയത്ത്, കാരണം ഇതിലേക്ക് വറവ് വരാനുണ്ട്. പിന്നെ അത് ചൂടൊക്കെ ആറി വരുമ്പോഴേക്ക് അത് പാകത്തിന് ആവും. ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് ലൂസായ പോലെ തോന്നും, പക്ഷേ അങ്ങനല്ല. അത് പാകം നോക്കി എടുക്കണം. വല്ലാതെ ലൂസായി പോവുകയും ചെയ്യരുത്. ഇനിയിപ്പോൾ അതിന് കൂട്ടുകറിക്ക് വറവിടാൻ വേണ്ടി തേങ്ങ, ഉണക്കമുളക്, പിന്നെ കറിവേപ്പില, കടുക് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ടു. ഞാനിതൊക്കെ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. സദ്യവട്ടങ്ങൾ നമുക്ക് കുറച്ചുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയും, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ വളരെ കുറച്ച് തന്നെ, കുറച്ച് ആളുകളെ ഉള്ളെങ്കിൽ കുറച്ചുണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ ബാക്കി വന്നാലും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മൂപ്പിച്ചെടുത്ത ശേഷം ഈ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടുകറിയുടെയൊക്കെ വലിയൊരു സ്വാദ് നിർണ്ണയിക്കുന്ന ഭാഗമാണ് ഈ പിന്നെ വറവിടുന്നത്, കടുക് വറുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഈ ചെറിയ പാത്രത്തിലാണ്, ചെറിയ കുക്കറിലാണ്, 1.5 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഞാനിപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കുന്നത്. അത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. തിരക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ കല്ലുമരുവിയൊന്നും ഉപയോഗിക്കാതിരുന്നത്. നമുക്ക് കുക്കർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുമല്ലോ എല്ലാ കാര്യങ്ങളും. പെട്ടെന്ന് എടുക്കണമെങ്കിൽ നമുക്ക് കുക്കർ വളരെ ആശ്വാസകരമാണ്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണലായിട്ട് ഉണ്ടാക്കാൻ കല്ലുമരവിയും ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ഈ കടുക് വറുത്തത് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് കാളനാണ്. കണ്ടില്ലേ കൂട്ടുകറി? ആ വറവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കാണുമ്പോൾ തന്നെ വളരെ ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ രുചി നോക്കിയിരുന്നു. അപ്പോൾ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാളൻ ഉണ്ടാക്കാൻ തുടങ്ങാം. കാളന് വേണ്ടിയിട്ടുള്ള കായാണിത്. ഏകദേശം നല്ല മൂത്ത് പഴുക്കാൻ തുടങ്ങിയൊരു കായാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കൂട്ടുകറി ഉണ്ടാക്കിയ കുക്കർ തന്നെ എടുത്ത് അതിലേക്ക് ആ കായ തൊലി പൊളിച്ചാണ്. കാളന് നല്ല ഫ്രഷ് കായാണെങ്കിൽ തൊലിയോട് ഇട്ടാലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ തൊലി കളഞ്ഞാണ്, വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ തൊലിയൊന്ന് മാറ്റിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേന്ത്രക്കായൻ്റെ തൊലി മാറ്റി ഇതുപോലെ അരിഞ്ഞെടുത്തു. അത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് സാധാരണ കാളന് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് വേവിക്കുമ്പോൾ. പക്ഷേ ഞാനിവിടെ കുരുമുളക് അരക്കാൻ എടുക്കുന്ന കാരണം ആണ് അതിലേക്ക് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്തു. 2 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ, 3 ടീസ്പൂണാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത്. കാരണം കായ അത്രയല്ലേ എടുത്തിട്ടുള്ളൂ.
പിന്നെ അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് തേങ്ങ നല്ലപോലെ അരച്ച് കൊണ്ടുവരണം. അരച്ച് വരുമ്പോഴേക്ക് ഈ കായ നല്ലപോലെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഈ കാളൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചല്ലേ ഉള്ളൂ, കുറച്ചാണ്. നമ്മൾ കുറച്ചുണ്ടാക്കുമ്പം അതിന് തക്കതോണമുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. വലിയ പാത്രത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പ്രയാസമായിരിക്കും, സമയം കൂടുതലെടുക്കും. അപ്പോൾ അത് അരച്ചത് ഇതിലേക്ക് ചേർത്തു. തേങ്ങയും കുരുമുളകും ജീരകവും കൂടെ അരച്ച് വന്ന് ഈ സമയത്ത് കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ലാതെ വന്നു. അത് കാരണം കറിവേപ്പില ഈ സമയത്ത് ഞാൻ ഇട്ടില്ല. ഇനി കടുക് വറുക്കുമ്പോൾ ഇടാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പുളി കുറവായത് കാരണമാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് മാത്രം എടുത്തത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇത് ഒന്ന് തിളച്ച് തീ ഓഫാക്കിയ ശേഷം മാത്രമാണ് ഈ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞ് ഒരുമാതിരി വെള്ളം ഇങ്ങനെ നമ്മളൊക്കെ പറയുക കുരുവും വെള്ളവും ആയ പോലെ ഇരിക്കും എന്ന് പറയും, അങ്ങനെയാവും. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കണം. ഈ തൈര് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാൻ വേണ്ടി ആദ്യം കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, അത്രേ കറിയുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ചെടുക്കുന്നത്. ഉലുവ, കടുക്, കറിവേപ്പില, ഉണക്കമുളക്, ഇത്രയാണ് കാളന് വറുത്തിടാൻ വേണ്ടത്. അപ്പോൾ നമ്മുടെ കാളന് റെഡിയായി, കൂട്ടുകറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു ഓണത്തിന്. അപ്പോൾ എൻ്റെ സദ്യവട്ടങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഒപ്പം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. അപ്പോൾ കാളനും കൂട്ടുകറി എല്ലാവരും പരീക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.